ആസിക്ക കേറിയിരിക്ക. എന്താ ആസിക്ക പ്രത്യേകിച്ച്? മുജീബാക്ക അസർബാക്കായിട്ട് വിളിച്ചേനോ? ആ അസർബാക്ക എനിക്ക് വിളിച്ചിരുന്നു ഒരു 4 ദിവസം മുന്നേ. വരുന്നുണ്ടല്ലേ? വന്നു കഴിഞ്ഞാൽ പോണില്ല എന്നൊക്കെ പറയും. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നോക്കണം എന്നാ പറഞ്ഞത്. അസർബാക്ക ഒന്ന് വൈകുന്നേരം വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ വന്നെന്തിനറിയോ? നമ്മളെ വണ്ടി ഒന്ന് കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോകാൻ. ആ വണ്ടിയെ വെച്ച കൊണ്ടേക്കോ ബാബു. ഇവിടെ നമുക്കേ ആ ചെറിയ വണ്ടി മതി, ആള് കുറവാണ് കൊണ്ടുവരാൻ. ആ എന്താ മുജീബാക്ക ഇങ്ങനെ വിളിച്ചോ? ആ ബാബു, ആ സെറ്റിന്റെ ചാവിയെ ആസിക്കിനൊന്ന് കൊടുത്താ. ഞാൻ എയർപോർട്ടിൽ പോകാനാണ്. ഷിഫ്റ്റിന്റെ അല്ലേ? മുജീബാക്കാൻ പോട്ടെ. അത് പോയിട്ട് വാ. മുട്ടിയേ ഇവിടെ വന്ന ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊന്ന് പറഞ്ഞോണ്ടാ? ഇല്ല അയമ്മൂനെ പറ്റൂല ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാല്. നിങ്ങൾ അവിടെ വെച്ചാണ്. നിങ്ങളൊന്ന് ഗുളി കുടിച്ചിട്ടുണ്ടോ? ആ പ്രഷറിന്റെ ഗുളി എടുത്ത് കുടിച്ചാ നിങ്ങള്? ആരാ വിളിച്ചിണ്ടല്ലോ? ആ ഹലോ. ആ എന്താ രസിയേ? ആ മാൻ പേരുണ്ടെന്ന്. ആ ഞാൻ മാറ്റിച്ചോളാ. ആ മാനുപ്പേരുണ്ടോലേ? അന്നേ റബ്ബേ, ഞാൻ 2-3 ദിവസമായി എന്റെ കുട്ടീനെ ഉറക്കത്ത് കാണുന്നു. അവന്റെ മോറൊന്ന് കാണാനുള്ളൊരു പൂതി. പഠിച്ചോനെ, കാക്ക കൊറേ നേരമായി വെള്ളത്തിന് വെച്ചിട്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കട്ടെ അമ്മ. എത്ര നേരെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് എന്റെ മക്കളെ എത്ര വർത്താനം പറയാനുള്ളത്? കുടീന്ന് റസിയെ വിളിച്ചേന്ന് കാക്ക. മാനിപ്പോ ഇന്ന് വരുന്നുണ്ടല്ലോ, ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു ഞാനും മീൻ കൂടി. ആ അതേതായാലും നന്നായി. നമ്മാനെ മാറ്റിച്ച പറഞ്ഞയച്ചടാ. ഇനി ഇങ്ങനെ കൊണ്ടാ നിക്കണ്ട, കെട്ടിവെച്ചാണ്ട്. മക്കളോട് ആ മക്കളോട് തന്നെ നിക്കല്, അല്ലാതെ കെട്ടിച്ചോടത്തല്ല ഉമ്മാനെ കൊണ്ട് നിർത്തിച്ചല്. മനസ്സിലായി എനിക്ക്? പതുക്കെ പറഞ്ഞാല് കാക്ക, ഇമ്മ കേക്കൂല. എന്താ കേട്ടാല് കേട്ടിട്ട് കുഴപ്പം? ഇത് റസിയാക്കം നോക്കിയാല് ഇവിടെ നമ്മളല്ലേ ഇപ്പൊ നോക്കണത്? ആ ഓന്നെ നോക്കണ്ട്. നിങ്ങൾ എപ്പോഴാ പറയാത്ത? ഇമ്മാനെ ഒരു 4 ദിവസം കൊടുന്ന് നിർത്തിയാ തുടങ്ങുന്നത് ഇങ്ങനെ ചൊറിച്ചില്. നിങ്ങൾ എന്താ വെച്ചാ പറഞ്ഞോളൂ. റസിയ ഏതായാലും വരുന്നുണ്ട്, ഞാനും പോവുകയാണ് റസിയാന്റെ ഒപ്പം. ചും കാണാലോ അവനൊന്ന്. ചോദിച്ചെങ്കിൽ സൈക്കിളിൽ അറിഞ്ഞില്ല, ഇത് കുറെ നിറയല്ലോ എത്തിയിട്ട് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടഞ്ഞ് 2 കൂടി കച്ചറ. ഇപ്പച്ച് വരുന്ന ദിവസല്ലേ? ഇന്ന് ഞാൻ കൊണ്ടാൻ പോലും ഞങ്ങൾ 2 നീ പോന്നാ. സൈക്കിളും ഇങ്ങളും അടക്കങ്ങട്ട്. ഈ കുപ്പായം മാറ്റുന്നത് തന്നെ മതി. നമുക്ക് ഇമ്മമാൻ ആ സ്റ്റാൻഡിൽ ഒരു ഓട്ടോഷപ്പ് കിട്ടും, കൈ തന്നെ വേണം പോരും ചെയ്യാം. വേണം ഇറക്കി. മനുകുട്ടി പറ്റണ്ട് കറുത്ത് കാല് വായിച്ചിടല്ലോ കുഞ്ഞോ. മനുകുട്ടിക്ക് അവിടെ വെയിലത്തേന്ന് പണി. അങ്ങക്ക് തോന്നാണത്. ഒന്നല്ല, ഉമ്മാക്ക് ഉമ്മാന്റെ കുട്ടീനെ കണ്ടാറില്ലേ? എന്താ അളിയൻ വരാന്ന് അവിടെ? എന്റെ അളിയനെ എങ്ങോട്ടാണോ മാറ്റി ഞാൻ പോകുന്നുണ്ടായിരുന്നു. ഞാനും ഉമ്മ റസിയ വന്നപ്പോ ഞങ്ങളും പോകുന്നു. അതിന് ഉമ്മ അവിടെ ഇമ്മ 4 ദിവസമായിട്ട് ഓളെടുത്തേനെ. ഞാൻ എങ്ങക്ക് കുടിച്ചാൻ വെള്ളം കൊണ്ടുവരട്ടോ. ബാബു പോയില്ലേ? ആ പോവാ പോവാ. ആരെ പോയത്? നമ്മളെ വണ്ടികളായി. ആ
അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കേറിയിരിക്ക സർപ്പ. എന്തൊക്കെയുണ്ട് മുജീബാക്ക? നാട്ടിലെ വർത്താനങ്ങളൊക്കെ? താത്തിക്കുട്ടികളൊക്കെ ഇവിടെ? കുട്ടികളെ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊക്കെ? ഒക്കെ സുഖം തന്നെ സർപ്പ. ആ താത്തോണ്ട് കുട്ടികളൊക്കെ പുറത്തു പോയതാ. ഇജിപ്പോ വണ്ടി കൊണ്ട് പെട്ടെന്ന് പോകുന്നു. മറ്റേ വീട്ടിലൊക്കെ പോകാനോ അതിനൊക്കെ ഉണ്ടാവൂലേ? ഇവിടെ വണ്ടി വേറില്ലേ? ആ വണ്ടി കൊണ്ടിട്ട് മാത്രല്ല, നിങ്ങളൊന്ന് കാണുകയും ചെയ്യാലോ വെച്ചിട്ടെ പെട്ടെന്ന് ഞാൻ ആഷിക്കിനെയും കൂട്ടി പോകുന്നത്. വണ്ടി ഞാൻ ആഷിക്കിന്റെ യൂറോപ്പില് വേറെ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒന്ന് എടുക്കുകയും ചെയ്യാം. എന്താ സർപ്പ ഉമ്മാന്റെ വർത്താനം? ഉമ്മാനെ കണ്ടിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. എന്തൊക്കെയാവും ഞാൻ ഒരു പൊറുതിയോടെ ഇങ്ങനെ കാണായിട്ട് എത്ര ഒഴിവാക്കി പോയതാന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പരിപാടികളൊക്കെ എന്തെങ്കിലും കണ്ടച്ചക്കണേ? ഇൻഷാല്ലാ നോക്കണം. ഇമ്മാന്റെ അർത്ഥം എത്താൻ മതിയാക്ക. ഇമ്മാക്ക് തീരെ വെച്ചപ്പോ പഴയ മാതിരി ഉഷാറൊന്നുമില്ല. ഒരുവിധം വെക്കുന്ന വെച്ചെങ്കിൽ ഇവിടെ വരാതെ പോലോ, ഇവിടെ നിന്ന് വന്നു പോകൂലേ. ഞാൻ ഏതായാലും താത്താണെന്ന് കണ്ടാട്ടെ. അതാത്ത ഉണ്ടാവും അവിടെ. അതുപോലെ ഞാൻ പപ്പ നമുക്ക് ടൂർ പോലെ പോലെ നമ്മക്ക് എവിടക്ക വെച്ചോ നമുക്ക് പോണ്ടി? എനക്കൊടുക്കാ പോണ്ടി? ഓലല്ലേ നിങ്ങള് രണ്ടിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു നമുക്ക് പപ്പ ഒന്ന് ടൂർ ആവണം അപ്പൊ ഇങ്ങോട്ട് പോവല്ലേ? എന്താ പറഞ്ഞു കൊടുക്കി? എവിടക്ക വാങ്ങിച്ചോ പോണ്ട്? അതെവിടെ സ്ഥലം? പാപ്പിലെയോ അല്ലേ? അനക്കും അങ്ങോട്ട് പോണ്ടി? നിങ്ങൾക്ക് രണ്ടോക്കും അങ്ങോട്ടോ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാ. ഒന്നാ പോവാലോ. അല്ലക്ക നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റും. എത്ര ചെറുമട്ടത്തിലാണെങ്കിലും റസിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ സംഖ്യ വേണ്ടേ, കൊടുക്കണ്ടേ? നമ്മളെ താഴത്തോടെ കുഞ്ഞിപ്പൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് നല്ല വെച്ചുണ്ട് ഇപ്പൊ. നമുക്ക് ചെറിയ രീതിയിൽ എന്തേലേ ഒരു കൂൾ ബാറോ ബേക്കറിയോ എനക്കെന്തേലൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ആഷിഖിനോട് പറഞ്ഞപ്പോ നോക്കാൻ പറഞ്ഞപ്പോ അന്ന് പോയി നോക്കാം. അതിപ്പോ എന്താച്ചാ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. അല്ല റസിയ, ഇമ്മ ഇവിടെ നിക്കലില്ലേ? ഇമ്മ അധികം മുട്ടിന്റെ അടുത്താണ് നിൽക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. അതൊന്നുമില്ല, ഇന്ന വർത്തന നിക്കലൊക്കെ ഉമ്മാക്ക് ഇങ്ങോട്ട് നിൽക്കുന്ന പോണം അങ്ങനെ വെറുതെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ടാക്കി കൊടുക്കും. എന്തെങ്കിലും ഇമ്മ പോയാൽ തന്നെ ഒരു പൊറുതേടാ. ഇമ്മ ആകെ മെരുകയും ചെയ്തു. മുട്ടിനോട് നിന്നിട്ട് ആ കാലുവേദന ഒക്കെ കൂടിക്കണമെന്ന് അറിയണ്ട്. മാനിപ്പാ ഉമ്മാന്റെ കുട്ടി വാതിൽ തുറന്ന കുഞ്ഞോ, വാതിലൊന്ന് തുറന്നു കുഞ്ഞോ. ഉമ്മല്ല വിളിച്ചു റസിയ. എന്തേമ്മ? ഉമ്മാന്റെ കുട്ടീനെ ഒന്ന് കാണാൻ പൂജയാണ്ട് വരികയാണ് ഉമ്മ. എനിക്ക് കാണണം തോന്നുന്നു. അങ്ങനെ നമ്മൾ കടന്നിട്ടുള്ളൂ ഉമ്മ. ഇന്നാ നടക്കി റസിയ. പണ്ടാറത്തള്ള ഇക്കടെ വന്നോട് കേറി ഔത്തുക്ക് അപ്പൊ കാണാൻ പോതേക്കാട്. എന്താ ഒറ്റക്കാലങ്ങൾ നോക്കിക്കണം? ഞാൻ കടന്നുറങ്ങിക്കാൻ നിങ്ങള് ഇല്ല. എന്തേമ്മ? ഉമ്മാന്റെ കുട്ടീനെ കണ്ടിട്ട് ഉമ്മാക്ക് പൂജ കഴിഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞോ. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിട്ട് വിളിച്ചതാണെന്ന്. ഞാനിവിടെ ഇല്ലമ്മ. പിന്നെ അവിടുത്തെ വർത്താനൊക്കെ എത്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് പറഞ്ഞാജിച്ച്. എത്താ അവിടുത്തെ മാമാനോട് ഞങ്ങളൊക്കെ പറ്റി നല്ലോ പറയും. അവൾക്ക് കാണാപ്പാടങ്ങളെ ചെന്ന് കാണാൻ പോതിണ്ടല്ലോ. നിങ്ങക്ക് ഞാൻ അജ്ജ് ചെയ്യാനും കൊണ്ടുപോകാനുള്ള നിങ്ങളെ. അപ്പേ നിങ്ങളെന്താ മുട്ടിന്റെ അടുത്താണല്ലോ കൂടുതൽ പോയിക്കണ്ട് പറഞ്ഞു റസിയ. കട നല്ലത് തോന്നുക അതന്നെ. എത്താ നിങ്ങള് മരുന്നൊക്കെ കുടിച്ചില്ലമ്മ? മരുന്നൊക്കെ ഓള് കൊണ്ടുവന്ന് തരലുണ്ട്. നിങ്ങളെ കാലിന്റെ അടുത്തൊക്കെ മാറിയിട്ടില്ലേ? കാലിന്റെ പരത്തുണ്ട്. കാലിന്റെ പരത്തം തന്നെയാണ് ഇപ്പൊ. മുട്ടി കാല് ഒഴിഞ്ഞ് തരൽ തന്നെയാണ് എപ്പോഴും. നമുക്ക് ആ കോട്ടക്കലൊന്ന് പോയി കാണിച്ചു കൊടുക്കാം. ഒരു ആയുർവേദത്തിന്റെ കുടിച്ചത് കുറച്ച് കൊറേ മരുന്നൊക്കെ കുടിച്ചോണു. ഇനിയിപ്പൊ എത്തിനാണ് ഞാൻ മരുന്നൊക്കെ കുടിച്ചണു. ചെങ്ങള് രണ്ടാളും സുഖമായി കഴിഞ്ഞാ മാത്രം മതി. ആരെത്തും വേണ്ട അമ്മക്ക്. ആശിക്ക ഇക്ക ആശിക്ക് തന്നിക്കണോ? എന്നിട്ട് കയറിയിരിക്കേ. ഞാൻ നല്ല പറഞ്ഞില്ലേ 18 സ്ഥലം പോയി നോക്കാണ്ട്.
പോയി നോക്കട്ടെ കേട്ടാ. എന്നാ പോയി നോക്കി. ഉമ്മ നീച്ചിട്ടില്ലേ? ഉമ്മ നീച്ചിട്ടില്ല. പിന്നെ ആസിക്കേ, ഇത് ഇന്നലെ പറഞ്ഞ കടന്ന് പോയി നോക്കാം നമുക്ക് ആദ്യം. നമുക്കൊരു കാര്യം ആ ബേക്കറി കുടുംബം കാണാൻ പോയാലോ ആദ്യം. ആയിക്കോട്ടെ. പിന്നെ അതിന്റെ അപ്പുറത്തെ വേറെ കടയും കൂടി ഉണ്ട്. ആ എന്നാ ആദ്യം അവിടെ നിന്ന് പോയി നോക്കാം. പിന്നെ അത് കണ്ട് നമുക്ക് പറ്റിക്കണം, സംസാരിക്കാനാണെങ്കിൽ മുജിവാക്കിനോട് സംസാരിക്കണ്ടേ. പോയി നോക്കുന്നാല് പോവാ. നമുക്കൊരു വണ്ടി വേണ്ടി വരും കേട്ടോ, നമുക്ക് അങ്ങോട്ട് കൂടെ നടക്കാൻ. ഒരു ആക്റ്റീവ് ഉറപ്പിക്കാൻ. ആ അത് നോക്കണ്ടേ.